ലോകം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ബൈഡനും ട്രംപും തമ്മിലുള്ള ആദ്യ സംവാദം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പല ആശങ്കകളും സംശയങ്ങളും തകർത്ത് വോട്ടർമാരുടെ ശ്രദ്ധയും വിശ്വാസവും ഒക്കെ നേടാൻ ബൈഡനുണ്ടായിരുന്ന ഗോൾഡൻ ചാൻസ് ആയിരുന്നു അത്. എന്നാൽ ട്രംപിനെതിരായ പ്രസിഡന്റ് ജോ ബൈഡന്റെ സംവാദ പ്രകടനം ആദ്യാവസാനം മങ്ങിയതായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ഇടർച്ചകളും ചർച്ചയിൽ ഇടയ്ക്കിടെ വളച്ചൊടിക്കുന്ന പ്രതികരണങ്ങളും ഒക്കെ അദ്ദേഹം മറ്റൊരു 4 വർഷത്തെ കാലാവധിക്ക് യോഗ്യനല്ലായിരിക്കാമെന്ന ആശങ്ക ഉയർത്തുകയും വരാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായി ബൈഡനെ മാറ്റുന്നതിനെക്കുറിച്ച് വരെയുള്ള ചർച്ചകൾക്ക് വഴിവെച്ച പ്രകടനവുമായി മാറ്റുകയായിരുന്നു. തങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മാറ്റാൻ ഡെമോക്രാറ്റുകൾ സമ്മർദ്ദം നേരിടുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ധാരാളമാണ്. ബൈഡന്റെ ഈ മങ്ങിയ പ്രകടനം, അതും സംവാദത്തിലുടനീളം പ്രതിഫലിച്ച നിരാശാജനകമായ പ്രകടനം, അദ്ദേഹം ഓഫീസിന് അനുയോജ്യനാണോ എന്ന സംശയത്തിന് ആക്കം കൂട്ടുകയായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബൈഡനെ നിർബന്ധിച്ച് പുറത്താക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പുറത്തായാലോ, അദ്ദേഹം പിൻവാങ്ങാൻ തീരുമാനിച്ചാലോ എന്താകും അവസ്ഥ? വലിയ ആശയക്കുഴപ്പങ്ങളിലേക്ക് മാത്രം വഴിതെളിക്കുന്ന നീക്കമാകുമെന്ന് തീർച്ച. കൂടാതെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള മൂർച്ചയേറിയ പുതിയ ആക്രമണങ്ങൾക്കും അത് വഴിവെക്കും. എന്തായാലും സംഭവത്തിന്റെ ഈ ചില വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം. ആദ്യമായി ബൈഡന്റെ പ്രായത്തെക്കുറിച്ചുള്ള ആശങ്കകളായിരുന്നു. 81 വയസ്സിൽ പ്രസിഡന്റ് പദവിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള കഴിവിനെക്കുറിച്ച് ബൈഡൻ നിരന്തരമായ ചോദ്യങ്ങൾ എപ്പോഴും നേരിട്ടിരുന്നു. ബൈഡന്റെ പ്രായത്തെയും ഓഫീസ് യോഗ്യതയും കുറിച്ചുള്ള സംശയങ്ങൾ അകറ്റാൻ ഡെമോക്രാറ്റുകൾ ബൈഡന്റെ ശക്തമായ പ്രകടനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യം എന്ന് തന്നെ പറയാം, ബൈഡന്റെ മങ്ങിയ പ്രകടനം നിലവിലുള്ള ആശങ്കകളെ കൂടുതൽ ആഴത്തിലാക്കുകയായിരുന്നു. പാർട്ടി അംഗങ്ങളിലും വോട്ടർമാരിലുമൊക്കെ ഒരുപോലെ അദ്ദേഹത്തിന്റെ കഴിവിനെയും മാനസിക ദൃഢതയും കുറിച്ചുള്ള സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. അടുത്തത് ബൈഡനെ നിർബന്ധിച്ച് പുറത്താക്കാൻ കഴിയുമോ എന്നതാണ്. ഒരു നോമിനിയെ അവരുടെ സമ്മതമില്ലാതെ മാറ്റാൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിയമങ്ങൾ പ്രയാസകരമാക്കുന്നു. പാർട്ടിയുടെ ചാർട്ടർ പ്രകാരം ഒരു നോമിനിയെ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ മരണം, രാജി അല്ലെങ്കിൽ കഴിവില്ലായ്മ ഒക്കെ ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഒരാളെ ബലമായി പുറത്താക്കാൻ അനുവദിക്കുന്നില്ല. ബൈഡന്റെ കേസിൽ പ്രത്യേകിച്ചും 99% നേടിയ പ്രൈമറികളുടെ ഫലങ്ങളൊക്കെ അസാധുവാക്കിക്കൊണ്ട് ഒരു നീക്കം വിവാദത്തിലേക്കും ആശയക്കുഴപ്പങ്ങളിലേക്കുമേ വഴിതെളിക്കും. ഏതായാലും അന്തിമ തീരുമാനം ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി ചെയർപേഴ്സൺ ബൈഡന്റെ സഖ്യകക്ഷി കൂടിയായ ജെയ്മി ഹാരിസന്റേതാണ്. ഹാരിസന്റെ സ്ഥാനവും ബൈഡനോടുള്ള വിശ്വസ്തതയും സൂചിപ്പിക്കുന്നത് ബൈഡനെ മാറ്റാനുള്ള ഏതൊരു ശ്രമവും പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ഗണ്യമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നാണ്. കൂടാതെ നാഷണൽ പാർട്ടിയും ബൈഡന്റെ തിരഞ്ഞെടുപ്പിന് അചഞ്ചലമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനിയുള്ള സംശയം ബൈഡന് സ്വയം പിന്മാറാൻ കഴിയുമോ എന്നതാണ്. ബൈഡന് സ്വയം പിന്മാറാനുള്ള അവസരം നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്താൻ തനിക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നും അത് വീണ്ടും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച അദ്ദേഹത്തിന്റെ പ്രചരണമാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ്. പക്ഷെ കാലക്രമേണ സമ്മർദ്ദം ഉയരുകയാണെങ്കിൽ ബൈഡൻ കീഴടങ്ങാനുള്ള ആ നേരിയ സാധ്യത തള്ളിക്കളയാനുമാവില്ല. സങ്കീർണതകൾ ഏറെയാണെങ്കിലും പല വിധത്തിലുള്ള സംശയങ്ങളും ഊഹാപോഹങ്ങളും പുകയുന്നുണ്ടെങ്കിലും ജോ ബൈഡൻ ഡബിൾ സ്ട്രോങ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രകടനം ലേശം പാളിയെങ്കിലും പ്രായവും സംവാദ പ്രകടനവും നോക്കണ്ട, പ്രസിഡന്റ് പണി തനിക്ക് അറിയാമെന്നാണ് ബൈഡൻ പറയുന്നത്. എന്തായാലും ബാക്കി സെപ്റ്റംബർ 10 സ്ക്രീനിൽ.